എന്നാൽ പുതിയ വ്യവസ്ഥിതികളോ ക്ലോണിംഗ് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെയുള്ള മുഴുവൻ പത്രങ്ങളും പറഞ്ഞത് ദൈവം മരിച്ചു എന്നാണ്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ അഡീഷണൽ പേജിൽ ആ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ മാറ്റം, ദൈവത്തിന്റെ ആവശ്യമില്ല. ജീനോം കോഡ് വായിച്ചെടുത്തു എന്ന് പറയുമ്പോ ഇവിടെ ശാസ്ത്രം പറഞ്ഞതെന്താ? ദൈവത്തിന്റെ ഭാഷ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല. 10-15ഓളം പത്രങ്ങൾ ആ വിഷയമായി അവലംബിച്ചു നോക്കുമ്പോ അവിടെയെല്ലാം ദൈവത്തിന്റെ പരമാധികാരിയുടെ തോളിൽ കയറാനാണ് ഇവിടെയുള്ള പത്രങ്ങൾ മുഴുവനും സമയം കണ്ടെത്തിയതെങ്കിൽ ആ വ്യവസ്ഥിതിയോട് മുഴുവനുമുള്ള മറുപടിയാണ് വലഖദ് സയ്യന്ന സമാഅ ദുനിയാ. നമ്മളാണോ ആകാശത്തെ എവിടുന്ന് സംവിധാനിച്ചത്? ഷൂമാ കർലവി അത് വരുത്തിയതാരാണ്? അത് അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നാസായുടെ പേടകം ഇപ്പോൾ ഉപരിലോകത്ത് ഗവേഷണം നടക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും 100 കണക്കിന് സ്ഫോടനങ്ങളാണ് നാസായുടെ പേടകം ഭൂമി ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാരോട് തന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്ഫോടനങ്ങൾ നടക്കുന്നു. 10,000-കണക്കിന് സ്ഫോടനങ്ങളാണ് നാസായുടെ പേടകം, അമേരിക്കയുടെ ഉപഗ്രഹം അവിടുന്ന് ലോക പഠനവേദികളിലേക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അതിന്റെ ഗവേഷണ നിരീക്ഷണങ്ങൾ നോക്കുമ്പോ പരിശുദ്ധമായ റമദാനിന്റെ 27-ാം രാവിന് അവിടുന്ന് വെള്ളമേഘങ്ങൾ അവിടുന്ന് മക്കാ പള്ളിയുടെ ചാരത്തേക്ക് അവതരിക്കുന്ന ചിത്രം നാസായുടെ പേടകം എടുത്തിട്ടുണ്ട്. അത് നെറ്റിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. റമദാൻ മാസത്തിലെ 27-ാം രാവാകുമ്പോ വെള്ളമേഘക്കൂട്ടങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ മേലേക്ക് അവതരിക്കുന്നു. ആ ചിത്രങ്ങൾ മുഴുവനും ഉപഗ്രഹങ്ങളിലൂടെ എടുത്തിട്ട് പഠിക്കാൻ കിട്ടുന്ന യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോടാനകോടി വരുന്ന നക്ഷത്രങ്ങളെ 500-ഉം 1000-ഉം പ്രകാശവർഷം ദൂരെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ പ്രകാശവർഷമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദൂരമാണെന്നറിയുമോ? നമ്മളൊക്കെ പത്രത്തിൽ വായിക്കും 500 പ്രകാശവർഷം ദൂരെ ഇതുപോലെ ഒരു ഗ്രഹം ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തി. അപ്പൊ നമ്മളൊക്കെ സാധാരണഗതിയിൽ വിചാരിക്കും തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ കണ്ട് പുതിയ ഗ്രഹം ഉണ്ടെന്നാ. അല്ല, 500 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തി ചില്ലാനം വേഗതയിൽ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന പ്രകാശം 500 വർഷം തുടർച്ചയായി സഞ്ചരിച്ചാൽ എത്ര ദൂരമെത്തുമോ അത്രയും ദൂരത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പ്രകാശത്തിന്റെ വേഗത 3 × 10⁸ അവിടുന്ന് 3 ലക്ഷത്തിൽ പരം കിലോമീറ്റർ സഞ്ചരിക്കാൻ പ്രകാശത്തിന്റെ കണങ്ങൾക്ക് ഒരു സെക്കൻഡിൽ സാധിക്കുന്നു. അത്രയും വേഗതയുള്ള പ്രകാശം 500 വർഷം സഞ്ചരിച്ചാൽ എവിടെ എത്തുമോ അവിടെ ഒരു ഗ്രഹമുണ്ടെന്നാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന വിമാനത്തിന്റെ വേഗത എത്രയാണ്? 700 മുതൽ 900 വരെ കിലോമീറ്റർ വേഗതയാണ്. അത് 3.5 മണിക്കൂർ സഞ്ചരിക്കുമ്പോഴേക്ക് ജിദ്ദ എയർപോർട്ടിലെത്തുന്നു. ഇത്രയും ദൂരത്തേക്ക് 900 കിലോമീറ്റർ വരെ വേഗതയുള്ള വിമാനത്തിന്റെ സഞ്ചാരം ജിദ്ദയിലാണ് എത്തുന്നതെങ്കിൽ അവിടുന്ന് ഈ പ്രകാശം 500 കൊല്ലം സഞ്ചരിച്ചാൽ എത്ര ദൂരമുണ്ടെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അവിടെ എവിടെയോ ഗ്രഹത്തെ ആരാണ് ഉണ്ടാക്കി വെച്ചത്? അതുകൊണ്ട് ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്ന മുഴുവൻ കണ്ടെത്തലുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിയിപ്പുകളാണ്, അള്ളാഹു തആല ഉണ്ടെന്നുള്ള മുന്നറിയിപ്പുകളാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾ പറയുന്നു,
റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല. ഫഖിന അദാബന്നാർ, ഞങ്ങളെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാരണം ഇതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കുന്നവർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് പ്രാപഞ്ചികമായ ശാസ്ത്രത്തിന്റെ യാഥാർത്ഥ്യമായ വശത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതല്ലയോ ഈമാനുള്ള മുൻഗാമികൾ നമുക്ക് നൽകിയത്. ലോകത്തുള്ളതെല്ലാം എന്റെ കയ്യിലേക്ക് നൽകിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് വന്ന് ചോദിക്കുന്നു, അല്ലയോ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആകാശത്ത് അവിടുന്ന് നിങ്ങൾക്കിവിടെ അധികാരമാണ് ആവശ്യമുള്ളതെങ്കിൽ ഇവിടെ അധികാരിയാക്കിക്കോളാം. നിങ്ങൾക്കിവിടെ അധികാരമാണോ വേണ്ടത്? അധികാരം നിങ്ങൾക്ക് തരാം. സുന്ദരികളായ പെണ്ണുങ്ങളെയാണോ വേണ്ടത്? നിങ്ങൾക്കിവിടുത്തെ ഏറ്റവും വലിയ സുന്ദരിയെ തരാം. പണമാണോ നിങ്ങൾക്ക് വേണ്ടത്? ആവശ്യമുള്ളത് മുഴുവനും തരാം. ഈ പ്രബോധനത്തിൽ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എന്താണ്? എന്റെ വലതു കൈയിലേക്ക് സൂര്യനും ഇടതു കൈയിലേക്ക് ആകാശവും വെച്ച് തന്നാലും എന്റെ ആദർശം മാറ്റുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ അർളിൻ തുഖില്ലുനി വഅയ്യോ സമാഇൻ തുദില്ലുനി. അല്ലാഹുവിനെ ഞാൻ അവിടുന്ന് മറന്നാൽ ഏതാകാശമാണ് എനിക്ക് അവിടുന്ന് തണലേകുക, ഏത് ഭൂമിയാണ് എനിക്ക് താങ്ങേകുക എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലയോ? അതുകൊണ്ട് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു ആകുന്ന അധികാരിയെ അവിടുന്ന് മറക്കാതിരുന്ന ആളുകളാണ് ഈമാനുള്ളവർ. ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആരാണ്? അബ്ദുല്ലാഹി താമിറിന്റെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു രാജാവിന്റെ സംഭവം അതാ വിശുദ്ധമായ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണെന്നല്ലയോ? അതാ ഒരു ലോകത്ത് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻഗാമിയായ ഒരു രാജാവുണ്ടായിരുന്നു. ഹദീസിൽ വന്ന സംഭവമാണ്. ആ രാജാവിന്റെ അടുക്കലോ ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. ഞാൻ പേരുമലയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മുടെ ഉമ്മമാര് ചിലർ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നവരുണ്ട്. പോകല്ലേ ഉമ്മ, അത് ഈമാനിനെ നിരക്കുന്നതല്ല. ചിലര് ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോകുന്നവരുണ്ട്. പോകല്ല പെങ്ങളെ, അത് ഇസ്ലാമിനു പറ്റിയതല്ല. മാരണവിദ്യ ചെയ്യുന്നവരുണ്ട്. അത് ഇസ്ലാമിനു പറ്റിയതല്ല, വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. മാരണം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അന്യനിൽ അസൂയ മൂത്തിട്ട് ഏതോ അമ്പലത്തിലോ ജ്യോത്സ്യന്മാരുടെയോ കണക്കന്മാരുടെയോ മുമ്പിൽ പോയിട്ട് അവിടുന്ന് മന്ത്രം കൊടുക്കുന്നവരുണ്ട്. അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ചിലര് പറയും, മൊയ്ലിയാരെ അങ്ങനൊക്കെ ഉണ്ടോ? അതെ, മന്ത്രങ്ങൾ നേരിട്ടുണ്ട്, റിമോട്ട് മന്ത്രവും ഉണ്ട്. അതുപോലെ തന്നെ പീഡിപ്പിക്കലോ നേരിട്ടുമുണ്ട്, റിമോട്ട് പീഡിപ്പിക്കലും ഉണ്ട്. ഇപ്പൊ ബോംബൊക്കെ പൊട്ടിക്കുന്നത് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ ഒരു റിമോട്ടാണ് ഈ സിഹർ എന്ന് പറയുന്നത്. അത് നേരിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അതൊരു റിമോട്ട് പീഡനമാണ്. അതുകൊണ്ട് പ്രതിയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്.
തോട്ടയെറിഞ്ഞാൽ പ്രതിയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവിടുന്ന് കൈബോംബെറിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതേ സമയത്ത് ടൈമർ ബോംബ് ഉപയോഗിച്ചാലോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നതുപോലെ സിഹർ ചെയ്ത ആളെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് ബഹുമാനപ്പെട്ട ഇമാമുകൾ മുഴുവനും പറയുന്നുണ്ട്. ചിലപ്പോഴെന്ത് ചെയ്യും, പെങ്ങൾക്ക് ഒരു തോന്നൽ വരും, എന്റെ ആങ്ങളയുടെ ഭാര്യയായ എന്റെ നാത്തൂനോട് വല്ലാത്ത സ്നേഹവും അതുമുതൽ എന്നോടൊരു അകൽച്ചയും വരുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുമ്പോ ഉടനെ പോകും. എന്നിട്ട് തന്റെ ആങ്ങളയുടെ ഭാര്യയും കൂടി സ്ലിപ്പാകാൻ ഒരു പണി ചെയ്യും. ചിലപ്പോഴതങ്ങ് സിഹറായി പോകും. ആ സിഹർ ചെയ്യൽ മോളെ വൻ പാപങ്ങളിൽ പെട്ടതാണ്, പാടില്ല കേട്ടോ, കടുത്ത തെറ്റാണ്. ചിലപ്പോഴോ ഭാര്യയ്ക്ക് തോന്നും, എന്തേ ഇയാള് കല്യാണം കഴിച്ചിട്ടും എന്നെ അല്ലേ എല്ലാ നിലക്കും പരിഗണിക്കേണ്ടത്, ഇയാളെന്തേ ഇയാളുടെ ഉമ്മാനെ ഇത്ര സ്നേഹിക്കുന്നു, ഇയാളെന്തേ ഇയാളുടെ പെങ്ങളെ ഇത്ര സ്നേഹിക്കുന്നു. അവരെ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോ ഭാര്യ ഒരു പണിയെടുപ്പിക്കാം. അങ്ങനെയും സിഹർ ചെയ്യുന്നവരുണ്ടാകുമെന്ന് എന്ന ഈ വിഷയം പറയുന്ന കിതാബിൽ വഹീദ് അബ്ദുസ്സലാം ബാലി എഴുതുന്നുണ്ട്. കാരണം എന്താ, ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുക എന്നുള്ളതാണ് ഈ സിഹറിന്റെ ഏറ്റവും ടോപ്പ് കർമ്മം. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുക. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളിലേക്ക് പോകാൻ പാടില്ല. സിഹർ നമ്മൾ അടുക്കാനേ പാടില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ പെങ്ങളെ മറക്കാൻ പാടില്ല, ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മാനെ മറക്കാൻ പാടില്ല. ഭാര്യ തലയണ മന്ത്രം നടത്തുമ്പോഴേക്കോ ഉമ്മാനെ എവിടുന്ന് വിഷമിപ്പിക്കാൻ പാടില്ല. നിന്നെ എത്രയോ കൊല്ലം മാറ്റുനോറ്റ് പോറ്റി 25-ാം വയസ്സുവരെ വളർത്തിയ ഉമ്മാനെ ഇന്നലെ വന്ന പെണ്ണ് പിറ്റേന്ന് മന്ത്രം ചൊല്ലുമ്പോഴേക്ക് ഉമ്മ കൊള്ളരുതാത്തവളായി മാറുന്ന അവസ്ഥ ഒരു മകനും ഉണ്ടാകാൻ പാടില്ല. ഭാര്യയോട് പറയണം, എന്റെ ഉമ്മാനെ എനിക്കാണ് കൂടുതൽ അറിയുക, അതുകൊണ്ട് നീ എന്നോട് പറഞ്ഞു തരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ ചെറുപ്പക്കാരെ നിങ്ങൾ ഉമ്മമാരോടുള്ള ബന്ധത്തിന് അവിടുന്ന് സംരക്ഷണം നൽകണം. അതുപോലെ തന്നെ അമ്മായിയമ്മമാര് ഓർമ്മിക്കേണ്ടത്, തന്റെ മകളെപ്പോലെ ഒരു പെണ്ണാണ് എന്റെ മകന്റെ ഭാര്യയായി ഇവിടെ വന്നിട്ടുള്ളത്. അവൾക്കും എന്റെ മകളെപ്പോലെയുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവകാശവും കൊടുക്കണം. കാരണം എന്താണ്, അവിടുന്ന് മകളുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടുമ്പോ മോളെ ഗ്ലാസ് പോയാലും വേണ്ടിയില്ല, നിന്റെ കാല് മുറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ഉമ്മ മരുമകളുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീഴുമ്പോഴേക്ക് നീ ഇവിടെ മുടിപ്പിക്കാൻ വന്നവളാണെന്ന് പറയാറില്ലേ? ആ ടോണങ്ങ് മാറണം, ആ ശൈലി അങ്ങ് മാറണം. കഷ്ടകാലത്തിന് പിറ്റേന്ന് പേടിച്ചു കൊണ്ടുവരുമ്പോ രണ്ടാമത്തെ ഗ്ലാസും വീണാലോ നീ ഇടങ്കാല് വെച്ച് കയറിയപ്പോഴേ ഇവിടെ മുടിപ്പിക്കൽ തന്നെയാണ് എന്ന് നിന്റെ അടുത്ത കൊട്ടേഷൻ വരണ്ട. നിന്റെ മകളെ പോലെയുള്ളവളാണ് മരുമകളെന്ന് കാണണം. അതുപോലെ തന്നെയോ നിന്റെ അവിടുന്ന് എന്റെ മാതാവിനെ പോലെയാണ് എന്റെ ഭർത്താവിന്റെ മാതാവെന്ന് കാണണം. പക്ഷേ ഇന്ന് വല്ലാത്ത ലോകവ്യവസ്ഥിതിയാണ്. പ്രായമുള്ളവർക്ക് സേവനം ചെയ്യാൻ മനസ്സുള്ള പെണ്ണുങ്ങൾ കുറവാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ച് 3-ാമത്തെ ദിവസം മുതൽ ഭർത്താവിനോട് പറയും നമുക്ക് സെപ്പറേറ്റായി വീട് വേണം എന്ന് പറയുന്ന കാലം വന്നുപോയി. അതിന് സഹായകമായി ഒരു സ്ത്രീധനവും ഇവിടെ നിലവിലുണ്ടായിപ്പോയി. കാരണം എന്താ, അവള് പറഞ്ഞു കുറച്ചൊക്കെ കേട്ടേ പറ്റൂ. കാരണം എസ്റ്റേറ്റും കൊടുത്തിട്ടുണ്ട്, വീടും കൊടുത്തിട്ടുണ്ട്, കാറും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേറെ താമസിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോഴനുസരിക്കേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് മാറിപ്പോയി. വേണ്ട മോളെ,
നിന്റെ മക്കളെ പരിചരിക്കാൻ അവിടുന്ന് നല്ല ഒരു ഉമ്മ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കി നീ പുതിയ ജീവിതത്തിലേക്ക് കാലുവെച്ചിട്ടേ ഉള്ളൂ. നിന്നെ സംരക്ഷിക്കാൻ ഒരു മാതാവാണ് നിന്റെ ഭർത്താവിന്റെ മാതാവെന്ന് കരുതിയിട്ട് സേവനം ചെയ്യാൻ നീ സമയം കണ്ടെത്തിയാൽ നിനക്ക് സേവനം ചെയ്യാൻ ഭാവിയിൽ ആളുണ്ടാകും കേട്ടോ. ഇന്ന് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരുടെ മൂത്രമെടുക്കാനോ അവരുടെ കാഷ്ടമെടുക്കാനോ അവരുടെ സേവനം ചെയ്യാനോ മനസ്സില്ലാത്ത കാലമാണ്. മാതല്ലോ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മരുമകൾക്ക് അവിടുന്ന് അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. മരുമകളോട് പറയുന്നു, അമ്മായി അമ്മയോട് ബഹുമാനം നിലനിർത്തണം. നീ മറുപടി പറയുന്ന തന്റേടിയായി മാറരുതോ, നീ ബഹുമാനമുള്ള മകളായി മാറണം. അപ്പോഴേ കുടുംബ ബന്ധത്തിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ. ഞാൻ ഇടയ്ക്ക് കൂടി അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ, വിഷയം മാറുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം അവിടുന്ന് പറയുകയാണ്, മുൻകാലത്ത് കഴിഞ്ഞു പോയ ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു മാരണക്കാരനുണ്ടായിരുന്നു, അഥവാ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു, ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. ഒരു ജ്യോത്സ്യൻ. കാരണം എന്താ? നമ്മുടെ നാട്ടിലും ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന പഞ്ചായത്തിൽ മത്സരത്തിന് മുമ്പ് തൊട്ട് മുമ്പ് പോയിട്ട് നോക്കും എവിടെ ജ്യോത്സ്യന്മാരുള്ളത്, ഞാൻ ജയിക്കോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. എങ്ങനെങ്കിലും കഷ്ടകാലത്തിന് ജയിച്ചു പോയാൽ ജ്യോത്സ്യന് കൈമടക്ക് കിട്ടും, അല്ലെങ്കിലും ആദ്യം വാങ്ങാനുള്ളത് അയാൾ വാങ്ങിയിട്ടുണ്ടാകും. ഇതുപോലെ അവിടുന്ന് ജ്യോത്സ്യന്മാരെ വെക്കുന്ന പണി പണ്ടേ ഉള്ളതാണ്. എന്നാൽ എന്റെ സഹോദര, ഇതുപോലെ ഒരു ജ്യോത്സ്യനുണ്ട്. അയാളെ പ്രായമായപ്പോ രാജാവിന് തോന്നി, ഇയാളങ്ങ് കാറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യങ്ങളും കണക്കും നോക്കാൻ ഒരു പണിക്കാരനില്ല. അതുകൊണ്ട് ഒരാളെ പരിശീലിപ്പിക്കണമെന്ന് മനസ്സിലാക്കി അവിടുന്ന് ആ കൊട്ടാരത്തിൽ സേവനം ചെയ്യുന്ന ഒരാളുടെ ബുദ്ധിമാനായ ഒരു മകനെ കണ്ടുപിടിക്കുന്നു. കൊട്ടാരത്തിൽ വന്ന് ജ്യോത്സ്യപ്പണി പഠിക്കാൻ ഈ കുട്ടി ദിവസേന രാവിലെ വരുന്നു, മാരണപ്പണി പഠിക്കുന്നു, വൈകുന്നേരം മടങ്ങിപ്പോകുന്നു. പക്ഷേ കുട്ടിക്ക് ഇതൊന്നും ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ അതാ വഴിയിലൂടെ പോകുമ്പോഴാണ് ഇടയിൽ വെച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വീട്ടിന്റെ മുറ്റത്ത് നല്ല സുമുഖനായ ഒരു പ്രായമുള്ള ഒരാളിരിക്കുന്നു. അയാളെ കുറച്ചു നേരം നോക്കി നിന്നപ്പോ അയാളെ മാടിയെന്ന് വിളിച്ചു, ഇങ്ങ് വന്നേ മോനെ. എന്താണെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. ആ മതപണ്ഡിതന്റെ ഉപദേശങ്ങളൊക്കെ കുറച്ചു നേരം കേട്ടപ്പോ നല്ല രസമുണ്ട്. അങ്ങനെ ഇടക്കിടക്കതാ ഈ കുട്ടി അവിടെ കയറാൻ തുടങ്ങി. അവസാനമതാ ആ വ്യവസ്ഥിതികളെ മുഴുവനും മനസ്സിലാക്കിയ കുഞ്ഞ് അവിടുന്നതാ ഒരു ദിവസം ഇങ്ങനെ ആലോചിക്കുകയാണ്, പടച്ചവനെ, ആ മതപണ്ഡിതൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാൻ നല്ല രസമുണ്ട്, വിഷയങ്ങളാണെങ്കിൽ ബുദ്ധിക്ക് നല്ല സന്തോഷം തരുന്നുണ്ട്. ആ ജാലവിദ്യകളോ അതൊരു തൃപ്തിയും തരുന്നില്ല. അങ്ങനെ രാവിലെ പോകുമ്പോൾ ആ പാതിരിയുടെ അടുക്കൽ നിന്ന് മതം പഠിക്കുന്നു. വൈകുന്നേരം വരുമ്പോൾ അവിടെ ഒന്ന് കയറി അല്പസമയം ചെലവഴിക്കുന്നു. അവസാനം വീട്ടിൽ വൈകുമ്പോ കുറ്റം പറഞ്ഞു. പണ്ഡിതൻ ഒരു പണി പറഞ്ഞു കൊടുത്തു, മോനെ വിഷമിക്കണ്ട, വീട്ടിൽ വൈകിയാൽ ഇന്ന് ഒരുപാട് നേരം ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയണം. അധ്യാപകന്റെ അടുക്കൽ വൈകിയാൽ വീട്ടിൽ നിന്നിറങ്ങാൻ വൈകിയതാണെന്ന് പറയണം. അങ്ങനെ നീ ഇതെന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരവസരം നൽകുന്നു.
ഒരു ദിവസം രാവിലെ അവിടുന്ന് വഴിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു വന്യമൃഗം വന്ന് റോഡിന്റെ നടുവിൽ നിൽക്കുകയാണ്. ആളുകൾക്ക് മുഴുവനും ഗതാഗത തടസ്സമായി. റോഡിന്റെ നടുവിൽ ഒരു മൃഗം നിൽക്കുമ്പോൾ ഇത് കേവലം ഒരു കഥയല്ല കേട്ടോ. മദീനയുടെ രാജാവ്, ലോകത്തിന്റെ നേതാവ് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പഠനമാണ്, അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ്. അള്ളാന്റെ റസൂല് കളവ് പറയില്ലല്ലോ, കേവലം കഥ പറയില്ലല്ലോ. അവിടുന്ന് സംഭവം അനലൈസ് ചെയ്യുകയാണ്. അപ്പൊ ഈ കുട്ടി തീരുമാനിച്ചു, ഇന്നത്തെ ദിവസം ഞാൻ തീരുമാനിക്കും, ഇതിൽ പാതിരി പറയുന്നതാണോ സത്യം, അതല്ല ജ്യോത്സ്യൻ പറയുന്നതാണോ സത്യം. അങ്ങ് തീരുമാനിക്കാൻ അടുത്തപ്പോൾ അതാ കയ്യിൽ ഒരു കല്ലെടുത്ത് പറഞ്ഞു, ജ്യോത്സ്യന്റെ മതമാണ് സത്യമെങ്കിൽ ഈ കല്ലുകൊണ്ട് ഈ മൃഗത്തെ എന്ന് പറഞ്ഞൊരു ഏറു കൊടുത്തു. മൃഗം മാറിയില്ല. രണ്ടാമതൊരു കല്ലെടുത്തു. പാതിരി പറഞ്ഞതുപോലെ അള്ളാഹുവാണ് സത്യമെങ്കിൽ ആ അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ഈ മൃഗം മാറി തരട്ടെ എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് എറികൊടുത്തപ്പോൾ മൃഗമങ്ങ് വഴിമാറുന്നു. മൃഗമങ്ങ് വഴിമാറുന്നു. നേരെ പാതിരിയുടെ വീട്ടിലേക്ക് ചെന്ന് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ പഠിപ്പിച്ചു തന്ന അർച്ചമാണ് സത്യം, എനിക്കൊന്ന് ബോധ്യപ്പെട്ടു എന്ന് ഈ സംഭവം പറയുമ്പോ ബഹുമാനപ്പെട്ട മാനായ പണ്ഡിതൻ പറഞ്ഞു, മോനെ, ഇനി സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ, നീ എന്നെക്കാൾ വലിയ പദവി നേടിയവനാണ്. ഇനി നിനക്ക് പരീക്ഷണത്തിന്റെ ദിനരാത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ ഞാനാണ് നിനക്ക് ഈ തൗഹീദ് പറഞ്ഞു തന്നതെന്ന് നീ പറയല്ല മോനെ. നീ പറയരുത്, ഞാനാണ് തൗഹീദ് പറഞ്ഞു തന്നതെന്ന് പറയാൻ പാടില്ല. ബഷീർ ഉസ്താദ് ഇങ്ങോട്ടിരുന്നാല് ഞാനാണ് പറഞ്ഞു തന്നതെന്ന് പറയാൻ പാടില്ല. ഉടനെ അവിടുന്നതാ ഇറങ്ങി. നേരെ അവിടുന്ന് ചെല്ലുമ്പോഴോ അവിടുന്നതാ ഈ കുഞ്ഞുമോൻ വലിയ പദവിയിലേക്ക് എത്തി. ആ കുഞ്ഞുമോന്റെ കൈകൊണ്ട് രോഗം മാറുന്നു, അന്ധത മാറുന്നു, രോഗങ്ങൾക്കെല്ലാം മാറ്റം വരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വലിയ ശ്രുതിയായി. ആധുനാധുനിക യുഗത്തിൽ അക്യുപങ്ചർ ചികിത്സകൾ മുതൽ ഒരുപാട് ചികിത്സകളുള്ള കാലത്ത് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കറാമത്തിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ലോകത്തിന്റെ ഘടന അറിയില്ല, അവർക്ക് അല്ലാഹുവിന്റെ നിയമം അറിയില്ല, അവർക്ക് വ്യവസ്ഥിതി അറിയില്ല. അതുകൊണ്ടാണ് വഅസ്ബിതൽ ഔലിയൽ കറാമ ഫമൻ നഫാഹാ ഇംബിദൻ കലാമ. ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടാകും, അഥവാ സാധാരണയ്ക്കിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥയുണ്ടാകും. ലോകത്തെ ശാസ്ത്രീയ ലോകത്ത് സംഭവിക്കുന്നത് കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഔലിയാക്കന്മാർക്ക് അത്ഭുത വ്യവസ്ഥിതികൾ ഉണ്ടാകും. ഇന്നി ഉബരിഉൽ ലക്മഹവല്ല ബറസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്.
അമ്പിയാക്കളിൽപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിരുന്നു. വെള്ളപ്പാണ്ടുകാരുടെ രോഗം മാറ്റിയിരുന്നു. അതുപോലെ ഒരുപാട് രോഗങ്ങൾക്ക് ബഹുമാനപ്പെട്ടവർ അവിടെ നടാ ചികിത്സ നടത്തിയിരുന്നു. അഥവാ അവിടുത്തെ കരസ്പർശം കൊണ്ട് രോഗം മാറിയിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചതല്ലയോ? അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസ് പഠിപ്പിച്ചതാണ്, ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടാകാം. അതുകൊണ്ട് ഔലിയാക്കന്മാരുടെ കറാമത്തിനെ കളിയാക്കുന്നവരുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് കറാമത്തുണ്ട്. ആ കറാമത്തിനെ നിഷേധിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്, പുതുതായി കടന്നു വരുന്നുണ്ട്. അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ കറാമത്തുകളുള്ള മുഹയ്യിദ്ദീൻ മാലയെ നിഷേധിക്കുന്ന ആളുകൾ ഇന്ന് ചിലയിടത്തൊക്കെ പൊന്തി വരുന്നുണ്ട്. അവര് പറയുന്നത് മാല ഓവറാണെന്നാണ്. കാരണം അതിൽ ഉള്ളത് മുഴുവനും അവസാനം ഓവർ എന്നാണല്ലോ. അതുകൊണ്ട് മൊത്തത്തിൽ ഇത് ഓവർ എന്നാണെന്ന് പറയുന്നവരുണ്ട്. അവര് വിവരദോഷികളാണ് കേട്ടോ. കാരണം എന്താ? കുപ്പിയാകത്തുള്ളേ വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബാകാമെന്നോവർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. ഇത് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത് അവിടുന്ന് ഓവറായി പോയെന്നാണ് ചില ആളുകൾ പറയുന്നത്. അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. കാരണം എന്താണ്? അങ്ങ് നെടുമങ്ങാടുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി നോക്ക്, ആറ്റിങ്ങലുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി നോക്ക്. അവിടെ സ്കാനർ ചെല്ലുന്നുണ്ടല്ലോ മുഹയ്യിദ്ദീൻ മാല. 4-ാം മാസമോ 5-ാം മാസമോ 6-ാം മാസമോ ഒക്കെ ആകുമ്പോ നമ്മുടെ ഗർഭിണികൾ പോയി സ്കാനിങ് നടത്തുന്നുണ്ട്. അപ്പൊ സ്കാനർ ഒരു മുഹയ്യിദ്ദീൻ മാല ചൊല്ലുന്നു. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കുട്ടിയെ എന്നോ. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് വരെ ഡോക്ടർക്കറിയാം. ഇന്ത്യൻ നിയമപ്രകാരം ജെൻഡർ ഡിറ്റർമിനേഷൻ പാടില്ല. പക്ഷേ പിന്നാമ്പുറത്തൂടെ 25,000 കൊടുത്താ പറ്റും. അപ്പൊ ഗൈനക്കോളജിസ്റ്റിന് കൊട്ടാരമുണ്ടാകും. ഏതായാലും അവരറിയുന്നത് ഏതിലൂടെയാണെന്നറിയുമോ? അവിടുന്ന് അല്ലാഹു തആല പടച്ച ഒരു യന്ത്രത്തിന്റെ സഹായത്തോടെയാണ്. എന്നാൽ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച ഔലിയാക്കളുടെ കണ്ണിന് അല്ലാഹു തആല ആ പവർ കൊടുത്തുകൂടെയോ? കൊടുക്കാം, അത് കൊടുത്തിട്ടുണ്ടോ? അതാണ് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ കറാമത്ത്. അത് ലോകത്തുള്ള സയൻസിന് എതിരല്ല, അല്ലാഹുവിന്റെ ദീനിനും എതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു. എത്രയോ ആളുകളെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എടാ നീ മക്കത്ത് ഇന്നാലിന്റെ കല്ലിന്റെ അടുത്തിരുന്നിട്ട് നിന്റെ കൂട്ടുകാരനോട് എന്നെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടിട്ട് വന്നതല്ലേ എന്ന് ചോദിച്ച സംഭവമുണ്ട്. അതൊക്കെ എൻ്റെ മറ്റു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔലിയാക്കന്മാര് പറഞ്ഞു, ഔലിയാക്കന്മാർക്ക് അങ്ങനെ കറാമത്തുകൾ ഉണ്ട്, അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തുകൾ ഉണ്ട്. അതുപോലെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട കുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്ന കുഞ്ഞ്. ആ കുഞ്ഞതാ കാണിച്ചു തരുന്നു. അന്ധത മാറുന്നു, ബധിരത മാറുന്നു, ഒരുപാട് രോഗങ്ങൾ മാറുമ്പോ അതാ രാജാവിന്റെ അടുക്കലുള്ള മന്ത്രി അറിഞ്ഞു, ഇതുപോലെ ഈ കുട്ടി അത്ഭുത സിദ്ധികൾ കാണിക്കുന്നുണ്ട്. എന്നാ ചില സ്ഥലത്ത് ജാടയും ജടയുമായി ചില കള്ള ശൈഖന്മാരുണ്ട്. അവരിതിൽ വരവ് വെക്കാൻ പറ്റുന്നവരല്ല കേട്ടോ. അള്ളാന്റെ റസൂലിന്റെ ദീനുണ്ടല്ലോ, ആ ദീനിനെതിരായി പ്രവർത്തിക്കുന്ന ഒരൊറ്റ ശൈഖിനെയും അംഗീകരിച്ചുകൂടാ. ഇന്ന് ചില ആളുകൾ
രാഷ്ട്രീയക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, സാധാരണക്കാരുണ്ട്. അവരൊക്കെ ഇന്ന് ഞാനും വലിയ ശൈഖ, ഞാനും വലിയ മുറബ്ബിയ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് ശൈഖ് എന്താണെന്ന് പോലും അറിയാത്തവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീന് അത് പരിപാലിക്കാത്ത ഒരൊറ്റ ശരീഅ തരീഖത്തൊന്നില്ല. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, ഇന്ന തരീഖ ശരീഅത്തുൻ വ തരീഖത്തുൻ. അല്ലാഹുവിന്റെ ദീനാകുന്ന ഇന്ന തരീഖ ശരീഅത്തുൻ വ തരീഖത്തുൻ. അവിടുന്നതാ അല്ലാഹുവിന്റെ ദീനെന്ന് പറഞ്ഞാൽ ആദ്യം ശരീഅത്താണ്, പിന്നീട് തരീഖത്താണ്. സുമ്മ ഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുസ്തിലാ. എടോ മോനെ, ഒന്നാമത് ശരീഅത്താണ്, അഥവാ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും അനുസരിച്ച് ജീവിക്കലാണ് ഒന്നാമത്തെ ഘട്ടം. സുമ്മ തരീഖത്തുൻ, പിന്നെയാണ് തരീഖത്തിന്റെ മുറകളിലേക്ക് കടക്കുന്നത്. ആ മുറകളിലൂടെ കടക്കുമ്പോൾ കിട്ടുന്ന സാഫല്യമാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് അവിടുന്ന് വിശദീകരിക്കുന്നു, അവിടുന്ന് ഫശരീഅത്തുൻ കസഫീനത്തിൻ വതരീഖത്തുൻ കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ വലാ. മോനെ, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് കപ്പൽ പോലെയാണ്, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് സമുദ്രം പോലെയാണ്, ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ആഴിയിലുള്ള മുത്തുപോലെയാണ്. അപ്പൊ നീ എന്ത് വേണം? അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പാലിക്കണം, അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിക്കണം, അല്ലാഹുവിന്റെ നിയമങ്ങളോട് കൂറ് പുലർത്തണം. ഇന്ന് ചില ആളുകൾ വലിയ തരീഖത്ത് വാദിക്കുന്നവരുണ്ട്, എന്നിട്ട് അവരുടെ ജീവിതത്തിൽ വല്ല ദീനുമുണ്ടോ? ഒരു ദീനുമില്ല. മുഴുക്കുടിയന്മാരെയും അബ്കാരി കോൺട്രാക്ടർമാരെയും സഖ്യം പിടിച്ചിട്ട് തരീഖത്ത് പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ ഇന്ന് രംഗപ്രവേശനം ചെയ്യുന്നു. അവർക്ക് ശരീഅത്തിന്റെ ബാലപാഠമറിയുമോ? അവർക്ക് അല്ലാഹുവിന്റെ ദീനറിയുമോ? അവർക്ക് തരീഖത്ത് അറിയുമോ? തൃശ്ശൂർ ജില്ലയിൽ വലിയൊരു ഷെയ്ഖുണ്ട്. അയാളെ കണ്ടാൽ ചില ആളുകൾ പറയും ഞങ്ങളുടെ ഷെയ്ഖാണ്, മുറബ്ബിയാണ്, ഞങ്ങളെല്ലാം മുരീദാന്നൊക്കെ പറയും. അയാളുടെ ഭാര്യ അയാളുടെ സ്വന്തം പെങ്ങളാണ്. അതിൽ അയാൾക്ക് 2 മക്കളുണ്ട്. ഞാൻ ആ ഷെയ്ഖിന്റെ ആലയത്തിന്റെ അടുക്കൽ പോയിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ദീനിനെ തകർത്തുകൊണ്ട് ചില ആളുകൾ കടന്നു വരുന്നുണ്ട്. അവരുടെ ചതിയിൽ വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു, മോനെ, നല്ല കോളുള്ള സാധനമാണ് തരീഖത്ത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങും. ചില ആളുകൾ വലിയ പൊയിലമുടിയും കൊണ്ട് നടക്കും, ചില ആളുകൾ വലിയ ജാടയും കാണിച്ച് നടക്കും. മോനെ, അതിലൊന്നും നീ പെടാൻ പാടില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദീനുണ്ടല്ലോ, ആ ദീനിനെതിരായി ആര് വന്നാലും നീ അത് സമ്മതിക്കേണ്ടതില്ല. അറിയുമോ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പള്ളിയിലേക്ക് ജമാഅത്തിന് ചെല്ലുമ്പോ ആ പള്ളിയുടെ മുറ്റത്ത് ഒരാൾ ജമാഅത്തിന് കൂടാതെ ഇരിക്കുന്നു. അവിടുത്തെ വാളങ്ങൂരി ആരടാ ജമാഅത്ത് നടത്തുമ്പോ ഇവിടെ പുറത്ത് നിസ്കരിക്കാതിരിക്കുന്നു? വാളോങ്ങിയപ്പോഴോ ഇയാള് വലിയ വലിയായിരുന്നു, പറന്നങ്ങ് പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് പതറിയില്ല. നിങ്ങൾ വലിയ കറാമത്തിന്റെ ആളാണെങ്കിൽ കാട്ടിൽ പോയിരുന്നോളണം, ജനങ്ങളെ പഴപ്പിക്കാൻ ഇവിടെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ വേറെ നിസ്കരിക്കുന്നുണ്ടാകാം, വലിയ പദവിയുള്ള ആളായിരിക്കാം,
പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് ഈമാൻ തെറ്റിപ്പോകും. അതുകൊണ്ട് നിങ്ങളുടെ തരീഖത്ത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കള്ള ശൈഖന്മാരുടെ അടുക്കലേക്ക് പോകാൻ പാടില്ല. ചില നാട്ടുകളിൽ കല്ലിനെ ബഹുമാനിക്കുന്നുണ്ട്. പരവൂരിന്റെ അടുത്തുണ്ടൊരു കല്ലിനെ ബഹുമാനിച്ചിരുന്നു. അവിടെ ഞാൻ പോയി എതിരെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബഹുമാനം ഇല്ല. കല്ലിന് ബഹുമാനമുണ്ട്, ഹജറുൽ അസ്വദിന്. പക്ഷേ ഇതേതോ ഒരു കല്ലിന് പോയി വലിയ ബഹുമാനം പറയുന്നു. വേണ്ട മോനെ, വേണ്ട. ഞാൻ പറഞ്ഞതെന്റെ വകയല്ല. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ മുബീൻ ശറഹുൽ അർബഈൻ എന്ന കിതാബിന്റെ 13ാമത്തെ പേജിൽ വ്യക്തമായി എഴുതി വെക്കുന്നു. അവിടുന്ന് കുറെ പിഴച്ച തരീഖത്തിന്റെ ആളുകൾ വരും. അവർ ജനങ്ങളെ അങ്ങ് പിഴപ്പിച്ചു കൊണ്ടുപോകും. അവരോട് പറയേണ്ടത് നല്ല നിലക്കല്ല എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് പറയേണ്ടത് വലിയ ശൈഖന്മാരെന്നെല്ലാവരും പിഴപ്പിക്കുന്നവരെന്നാണ്. അതുകൊണ്ട് അത്തരം പിഴച്ച വാദങ്ങളിൽ പെടാൻ പാടില്ല. അതുപോലെ വഞ്ചിക്കപ്പെടുന്ന കുറെ ശൈഖന്മാരുണ്ട്. അതിലൊന്നും പെടല്ലേ. വലിയ കറാമത്തുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പാലിച്ച മഹാനാണ്. അശ്ശാഫിഈയ ഫസുർതൽ ഹംബലിയ ബിലാ ഹജ്റിൽ ലിതഹ്താത ബിൽ ഖൈറൈനി മുഅ്തദിലാ. അവിടുന്ന് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിച്ച മഹാനാണ്. പിന്നീട് സ്വപ്നത്തിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വന്ന് പറഞ്ഞു, അല്ലയോ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അത് ശാഫി ഇമാമിന് ഒരുപാട് അനുയായികളുണ്ടല്ലോ. നിങ്ങൾ എന്റെ മദ്ഹബിലേക്കൊന്ന് മാറിയാൽ അവിടുന്ന് ഒരുപാട് ആളുകൾ ഞാൻ പഠിപ്പിച്ച പാഠം കൂടി പഠിക്കുമല്ലോ എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അങ്ങ് വന്ന് പറയുമ്പോ ഹംബലി മദ്ഹബിലേക്ക് മാറുന്നു. കാരണം എന്താണ്? ശാഫി ഇമാം തങ്ങൾ ബഹുമാനിച്ച ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അതുകൊണ്ടാണല്ലോ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞപ്പോ അന്നത്തെ ഭരണാധികാരികൾ തല്ലിക്കളഞ്ഞു. അത് ബഗ്ദാദിൽ വെച്ചാണ് സംഭവിച്ചത്. ഇത് ഈജിപ്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ശാഫി ഇമാം തങ്ങൾ അറിഞ്ഞു. ഉടനെ പറഞ്ഞു, എന്റെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബലിന് തല്ലുകെട്ടിയ കുപ്പായം ഇങ്ങ് ഈജിപ്തിലേക്കൊന്ന് കൊടുത്തുവിടണം. ആരാണ്? ഉസ്താദായ ശാഫി ഇമാം തങ്ങളാണ് കേട്ടോ. ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് തല്ലുകെട്ടിയ കുപ്പായം അവിടുന്ന് ഈജിപ്തിലേക്ക് വരുത്തിയിട്ട് ശാഫി ഇമാം തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? ആ കുപ്പായം കഴുകിയ വെള്ളമങ്ങ് കുടിക്കുന്നു. ഇബ്നു കസീർ രേഖപ്പെടുത്തിയില്ലേ? ഇബ്നു അശാകിർ പഠിപ്പിച്ചില്ലേ? ഇമാമുകളായ ഇമാമുകളെല്ലാം അവരുടെ കിതാബുകളിൽ എഴുതിയില്ലേ? അപ്പൊ ബറക്കത്തെടുക്കൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം കൊണ്ട് ബറക്കത്തെടുത്തു. അവിടുത്തെ മുടി കൊണ്ട് ബറക്കത്തെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം എന്ന പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കൊണ്ട് ബറക്കത്തെടുത്ത സംഭവങ്ങൾ പലതും ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. CD വാങ്ങിയവരിതിലുണ്ട്. അല്ലാത്തവർ ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ എത്തുമ്പോൾ വാങ്ങിയിട്ടൊന്ന് കേട്ടു നോക്കൂ. അതിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കൊണ്ട് ബറക്കത്തെടുത്തവർ, അതിട്ട വെള്ളം കുടിച്ചവർ, ആ മുടി വായിലിട്ടിട്ട് അതിന്റെ നനവുള്ള തുപ്പുനീര് ബറക്കത്തിന് വേണ്ടി വിഴുങ്ങിയവർ, അവിടുത്തെ മുടി വെച്ചിട്ട് ജനാസയിലേക്ക് ബറക്കത്തിന് വേണ്ടി വെക്കാൻ അവിടുന്ന് വസിയ്യത്ത് ചെയ്തിരുന്നവർ, അവരുടെ സംഭവങ്ങളൊക്കെ അതിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ നൽകട്ടെ.
അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ കുഞ്ഞുമോനങ്ങ് വലിയ പാട്ടായപ്പോ രാജാവിന്റെ അടുക്കൽ ഒരു മന്ത്രിയുണ്ട്. അയാൾ കണ്ണ് കാണാൻ പറ്റാത്തയാളാണ്, അന്ധനായ മന്ത്രിയാണ്. അയാളൊന്ന് പോയി നോക്കി, ബിഅതായ കസീറ, ഒരുപാട് സമ്മാനവും കൊണ്ടൊന്ന് പോയി. ബിഹദായ കസീറ, ഒരുപാട് ഹദിയയും കൊണ്ടുപോയിട്ട് പറഞ്ഞടാ മോനെ, നീ അന്ധത മാറ്റുന്നു എന്ന് ഞാൻ അറിഞ്ഞു, എന്റെ അന്ധതയൊന്ന് മാറ്റിത്താടാ. ഉടനെ ആ കുഞ്ഞു പറഞ്ഞു, എനിക്കങ്ങനെ കഴിവൊന്നുമില്ല, അള്ളാഹുവാണ് മാറ്റുന്നത് കേട്ടോ. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ ഞാൻ മാറ്റിത്തരാം, അഥവാ അള്ളാഹിനോട് ഞാൻ ദ്വാരക്കാം, അപ്പൊ അള്ളാഹ് അങ്ങ് മാറ്റിത്തരും. ഉടനെ ആമന ബില്ലാഹി, അയാൾ അള്ളാഹുവിനെ കൊണ്ടാ മന്ത്രി വിശ്വസിച്ചു. ഈ കുഞ്ഞങ്ങ് ദ്വാരുന്നു, ആ മന്ത്രിയുടെ കാഴ്ചയങ്ങ് അള്ളാഹു തആല നൽകി. അപ്പോഴേക്ക് രാജാവിന് തലവേദനയായി. അയാൾ ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് അതാ ചോദിച്ചു, ആരാടാ നിനക്ക് ആദർശമൊക്കെ പഠിപ്പിച്ചു തന്നതാരാടാ? ഞങ്ങളുടെ ദൈവത്തെ വിട്ടിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞതാരാടാ? ഫദല്ല അലർ റാഹിബി, അവസാനം ആ കുട്ടി നിക്കക്കള്ളിയില്ലാതെ പറഞ്ഞു, ഇന്നാലിന്നടത്തുള്ള മുസ്ലിയാര് പറഞ്ഞു തന്നതാ. നേരെ അവിടുന്ന് പാതിരിയെ അങ്ങ് വിളിച്ചു. ഹദീസിൽ വ്യക്തമായി ഉള്ളതാണ്. അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടോ നിങ്ങളുടെ മതം അങ്ങ് മാറ്റണം, സാധ്യമല്ല, സാധ്യമല്ല. ഉടനെ മൂർധാവിലേക്ക് ഈർച്ച വാള് വെച്ചിട്ട്, മരമറുക്കുന്ന വാള് മൂർധാവിൽ വെച്ച് നേരെ താഴോട്ടങ്ങറുക്കുന്നു. രണ്ടു പീസാക്കി അങ്ങ് മാറ്റുന്നു. പേടിയില്ല, ലം യഖ്ശൽ ലൗമത ലൈമിൻ ഫീഹില്ല. അറിയുമോ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടുന്ന് വഫാത്തായി. പിൽക്കാലത്ത് ഒരുപാട് പേര് അവിടുന്ന് സ്വപ്നത്തിൽ കണ്ടു. യാ അബുൽ ഖാസിം മാദാ ഫഅലല്ലാഹു ബിക, അല്ലയോ അബുൽ ഖാസിം, ഹുദാത്തുൽ ഉമ്മാൻ ജൗഹറത്തുൽ തൗഹീദ് എന്ന കിതാബിൽ കാണാം, അല്ലയോ അബുൽ ഖാസിമായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ, നിങ്ങൾ എന്തേ അവിടുന്ന്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അൽഹംദുലില്ലാഹ് ഖദ് നജൂതു മിനദ് ദുനിയാ അൽ ഫാസിദാ, വളരെ മോശമായ ദുനിയാവിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ. ആഖിറമാകുന്ന ആനുകൂല്യത്തിന്റെ വീട്ടിലാണ്, ഇവിടെ ബേജാറില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളതാ വഫാത്തായി. കാലങ്ങൾ കഴിഞ്ഞപ്പോഴോ ഒരുപാട് മഹാന്മാരെ പരസ്പരം സ്വപ്നത്തിൽ മരണപ്പെട്ടവരെ കണ്ടു. അപ്പോൾ ചോദിച്ചു, മാദാ ഫഅലല്ലാഹു ബി അഖീനാ, അഹ്മദ് ബിൻ ഹംബലിന് അല്ലാഹു തആല എന്തു ചെയ്തു? ഉടനെ അവിടുന്ന് മറുപടി വന്നു, വഹുവ ഫീ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലി സുന്നah. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ നിന്ന് അല്ലാഹുവിന്റെ ഖുർആനും അവിടുത്തെ റസൂലുള്ളാഹിന്റെ ഹദീസും അനുസരിച്ച് ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. ഇതുള്ളവർക്കുണ്ടോ ദുനിയാവിലെ ഭീഷണിയിൽ ഒരു പേടി? ഒരു പേടിയും വേണ്ട മോനെ, അള്ളയാണ് അധികാരി, അല്ലാഹുവാണ് വായു തരുന്നവൻ, അള്ളയാണ് വെള്ളം തരുന്നവൻ. ആ ഈമാൻ നിന്റെ ഖൽബിൽ വെച്ചോ. ഞാൻ ചുരുക്കി പറയട്ടെ, അതാ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ പാതിരിയെ അങ്ങ് കൊന്നുമാറ്റി. ഈ കുഞ്ഞിനെ കൂടി കൊന്നാൽ അവിടെ ഈമാൻ അങ്ങ് തകരുമെന്ന് വിചാരിച്ചു. ഈ കുഞ്ഞിനെ ഒരുപാട് പ്രീണനം നടത്തി നോക്കി, നടന്നില്ല. ഒരുപാട് പീഡനം നടത്തി നോക്കി, വിജയിച്ചില്ല. അവസാനം അവിടുന്ന് ഓർഡർ ചെയ്തു, ഈ കുഞ്ഞിനെയും കൊണ്ട് മലയുടെ മുകളിൽ പോകണം, മലയുടെ മുകളിൽ പോയിട്ട് അവന്റെ ആദർശം മാറ്റാൻ പറയണം, മാറിയില്ലെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് ഉരുട്ടിയങ്ങ് കൊന്നേക്കണം എന്നവിടുന്ന് പറയുന്നു.
ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരു സംഘമാലകൾ പർവ്വതത്തിന്റെ മുഖത്തേക്ക് പോയി. കുഞ്ഞവിടുന്ന് ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ മക്കിൻഹും ബിമാ ശിഅത. അല്ലാഹുവേ, നിനക്കുദ്ദേശിച്ചതുപോലെ നീ ഇവരെ ഒതുക്കി തരണേ അല്ലാ എന്നൊരൊറ്റ ദുആയാണ്. ആ മലയുടെ മുകളിലേക്ക് ചെല്ലുമ്പോഴേക്ക് കൊണ്ടുപോയവര് മുഴുവനും പരാജയപ്പെട്ടു. കുഞ്ഞുമോനതാ വരുന്നു. എവിടാടാ നിന്റെ കൂടെ വന്നവരൊക്കെ? അവരൊക്കെ ഹലാക്കായി പോയി, എന്നെ അള്ള രക്ഷപ്പെടുത്തി. കുഞ്ഞിനെ കൊണ്ട് കുടുങ്ങിയില്ലേ? രണ്ടാമത് ഈ കുഞ്ഞിനെയും കൊണ്ട് കടലിന്റെ നടുവിൽ പോകാൻ പറഞ്ഞു. ഈ കുഞ്ഞിനെയും കൊണ്ട് കടലിന്റെ നടുവിൽ ചെന്നു കഴിഞ്ഞിട്ട് ഈമാനിൽ നിന്ന് മാറിയില്ലെങ്കിൽ കടലിലെറിയാൻ പറഞ്ഞു. ഉടനെ കുട്ടിയുടെ ദുആയാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ മക്കിൻഹും ബിമാ ശിഅത. അല്ലാ, നിന്റെ ഉദ്ദേശം പോലെ ഇവരെ അങ്ങ് ഒതുക്കി തരണേ അല്ലാ. ലാ തുസല്ലിതുഹും അലയ്യ. അവരെ എന്റെ മേലെ അധീശപ്പെടുത്തല്ലേ അല്ലാ. കടലിന്റെ നടുവിലേക്ക് ചെല്ലുന്നു. കൊണ്ടുപോയവര് മുഴുവനും മുങ്ങിച്ചാവുന്നു. കുട്ടിയതാ ഒരു പലകയിൽ കരക്കെത്തിയിട്ട് തിരിച്ചു കൊട്ടാരത്തിൽ വരുന്നു. എവിടെ പോയടോ നിന്റെ കൂട്ടുകാരന്മാരെല്ലാം? ഖദ് ഹലകൂ, അവരെല്ലാവരും നശിച്ചുപോയി. അവസാനം ഈ കുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊന്നാ പോരെ, ഞാൻ അതിനൊരു പണി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് കേട്ടോ ഈമാനിന്റെ വർത്തമാനം. നിങ്ങൾക്ക് എന്നെ കൊന്നാ പോരെ, ഞാനൊരു പണി പറഞ്ഞു തരാം. ആ പണി എന്താണ്? ഇവിടെയുള്ള വലിയ മൈതാനത്തിലേക്ക് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കോ. ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന്റെ നടുവിൽ എന്നെ നിങ്ങൾ നിർത്തണം. നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? എന്റെ ആവനാഴിയിൽ നിന്നൊരമ്പെടുക്കണം. എന്നിട്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഉലാം, ബിസ്മില്ലാഹി റബ്ബിൽ ഉലാം, ഈ കുഞ്ഞിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് അമ്പെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് അമ്പെയ്തേ, ഞാൻ അവിടെ മരണപ്പെടുമല്ലോ. ജനങ്ങളെല്ലാം അവിടുന്ന് മരുഭൂമിയിൽ ഒരുമിച്ചു കൂട്ടി. ഈ കുഞ്ഞിനെ അതിന്റെ നടുവിൽ ഒരു ഉയർന്ന സ്ഥലത്തങ്ങ് നിർത്തി. കുഞ്ഞൊരൊറ്റ പ്രസംഗമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചൊരു പ്രസംഗം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴോ ആവനാഴിയിൽ നിന്ന്, ഈ കുഞ്ഞുമോന്റെ ആവനാഴിയിൽ നിന്നൊരമ്പെടുത്തു. അതാ ഉന്നമ്പിടി പറഞ്ഞു, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. ഈ കുഞ്ഞിന്റെ റബ്ബിന്റെ പേര് കൊണ്ട് അമ്പെയ്യുന്നു. കുഞ്ഞു ഷഹീദായി ഒരൊറ്റ വീഴ്ചയാണ്. അവിടുന്നതാ നെറ്റിയിൽ അവിടുന്ന് കൈവച്ചുകൊണ്ട് വീഴുന്നു. വീണപ്പോഴേക്കോ അവിടെ കൂടിയ ജനങ്ങൾ മുഴുവനും പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ആമന്നാ ബിറബ്ബിൽ ഗുലാം. അല്ലയോ കള്ള രാജാക്കന്മാരെ, ഈ മരിച്ചുപോയ കുഞ്ഞിന്റെ അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചു. അപ്പൊ രാജാക്കന്മാർക്ക് അടിയായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രാജാക്കന്മാർക്ക് ഇത് വില്ലിന് വെച്ചത് പല്ലിനായതുപോലെയായി. അവസാനം അവരെന്തു ചെയ്തു? ഞാൻ നാലു ചുറ്റും അവിടുന്ന് വലിയ തീക്കുണ്ടാരങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അതുവഴി കടന്നു പോകുന്നവരോട് മുഴുവനും നിങ്ങൾ മതം മാറിക്കോ, അല്ലെങ്കിൽ ഇപ്പഴങ്ങ് എറിഞ്ഞു കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈമാൻ കൊണ്ടവരെ മുഴുവനും അവിടുന്ന് തീയിലേക്ക് എറിഞ്ഞു. അല്ലാത്തവരെ ഒക്കെ വിട്ടയച്ചു. അപ്പോഴാണ് ഒക്കത്തൊരു കുഞ്ഞിനെയും വെച്ചൊരുമ്മ ഈ അടുപ്പിന്റെ അടുക്കലേക്ക് വരുന്നു.
ഖുർആൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞുമോനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഉമ്മ വരുന്നു. ഉമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ്, പടച്ചവനെ, ആ മരിച്ചുപോയ കുഞ്ഞിന്റെ ഈമാൻ ശരിയാണല്ലോ, അത് വിട്ടുകളഞ്ഞാൽ അപകടമാണല്ലോ, അത് വിട്ടില്ലെങ്കിൽ ഇപ്പോഴെന്നെ തീയിലെറിയുമല്ലോ, എന്റെ കൂടെ ഈ ചോരക്കുഞ്ഞ് മരിക്കുമല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ അറച്ചു നിൽക്കുമ്പോ ഒക്കത്തിരുന്ന കുഞ്ഞു പറയുന്നു, ഇല്ല ഇല്ല ഉമ്മ, അത് സ്വർഗമാണുമ്മ, ചാടിക്കോ ചാടിക്കോ ഉമ്മ. തകല്ലമ ഫിൽ മഹ്ദിൻ നബിയ്യു മുഹമ്മദു وعيسى وابن جريج ثم أحمد. അതാ തൊട്ടിലിൽ സംസാരിച്ച ആളുകൾ ആരാണ്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് സുബുലുൽ ഹുദയുടെ 1-ാം വാള്യത്തിൽ യൂസുഫ് സാലിഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ സംസാരിച്ച മഹാനാണ്. പിന്നീട് കുറെ ആളുകൾ അങ്ങനെ സംസാരിച്ച സംഭവങ്ങളുണ്ട്. ജുറൈജ് എന്ന മുത്തഖിയായ മനുഷ്യന് വ്യഭിചാര ആരോപണം പറഞ്ഞപ്പോൾ ആ വ്യഭിചാരിയുടെ കുഞ്ഞവിടുന്ന് സംസാരിച്ചു, ഔലിയാക്കൾക്ക് സാക്ഷി നിൽക്കാൻ വേണ്ടി. അതുപോലെയാണതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അല്ലാഹുവിന്റെ ദീനിനെതിരെ തിരിഞ്ഞ ആ കൂട്ടർക്കെതിരെ ആ കുഞ്ഞവിടുന്ന് സംസാരിക്കുന്നു. ഒക്കത്തിരിക്കുന്ന അമ്മിഞ്ഞ ഈമ്പെന്ന കൈക്കുഞ്ഞ് വിളിച്ചു പറയുന്നു, ഉമ്മ, ഈമാൻ പണയം വെക്കണ്ട ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടതാ കുഞ്ഞ് അവിടുന്ന് ഉമ്മാനെ തീയിലേക്ക് ചാടിക്കുന്നു. അത്തഖീ ബിഹാ മിൻ നാരിൽ ജഹീം, അത്തഖീ ബിഹാ മിൻ നാരിൽ ജഹീം എന്ന് പറഞ്ഞുകൊണ്ടതാ തീയിലേക്ക് ചാടുന്നു. അൽ-ഹുദൂദിൻ നാരി ദാത്തിൽ വഖൂദ് ഇദുഹും അലൈഹാ ഖുഊദ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനമാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, വ്യക്തമായി ഇമാമുകൾ ഉദ്ധരിച്ച ഹദീസാണ്. മാത്രമല്ല ഈ ആയത്തിന്റെ വിശദീകരണമാണ്. ഇതിന്റെ തുടർന്നുള്ള വിശദീകരണം ഇബ്നു കസീർ തങ്ങൾ നൽകുന്നുണ്ട്. അതാ കാലങ്ങൾ കഴിഞ്ഞ് ഈ കുഞ്ഞിന്റെ ഖബർ തുറക്കുമ്പോ ആ നെറ്റിക്ക് അമ്പേറ്റ സ്ഥലത്ത്, ചോര പൊടിഞ്ഞ സ്ഥലത്ത് കൈവച്ചിട്ട് യാതൊരു കേടും കൂടാതെ ആ കുഞ്ഞുമോന്റെ ജനാസ കാലങ്ങൾക്ക് ശേഷം കിട്ടിയല്ലോ. അതാണ് കേട്ടോ ഔലിയാക്കന്മാരുടെ കറാമത്ത്. അതാണ് കേട്ടോ അള്ളാഹുവിനെ അറിഞ്ഞവരുടെ ബഹുമാനം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം നൽകിയതെന്ന കറകളഞ്ഞ ഈമാൻ ഉണ്ടാകണം. പ്രേമിച്ച് ഏതോ പ്രേമത്തിന്റെ പേരില് ഈമാൻ പണയം വെക്കുന്നവരില്ലേ? ഇന്നും ഞാൻ കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ചെല്ലുമ്പോ അവിടെ ഒരു കേസുണ്ട്. ഒരു പെണ്ണധാന്യമതക്കാരനെ പ്രേമിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് രാജിവെച്ചു. മഅദല്ലാഹ്, ഈമാൻ അവരുടെ കൽബിൽ തട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈമാനോടെ ജീവിക്കണം. അതാണ് ഖുർആൻ അവിടുന്ന് പറയുന്നത്, വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير.
ബസീർ. അറിഞ്ഞോ, അല്ലാഹു തആലയാണ് ആകാശം അലങ്കരിച്ചിട്ടുള്ളത്, അള്ളയാണ് ഭൂമിയെ വിരിപ്പാക്കിയിട്ടുള്ളത്, അള്ളയാണ് അന്തരീക്ഷത്തെ സംവിധാനിച്ചിട്ടുള്ളത്, അള്ളയാണ് എല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാ അള്ളാനെ മറക്കണ്ട. അല്ലാഹു തആല ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ അഖീദ അല്ലാഹു തആല രക്ഷിച്ചു തരട്ടെ. ഒരു ചെറിയ കാര്യം പറഞ്ഞു ദുആ ചെയ്ത് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, ഈ രാവുകളിൽ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവന്റെ ഇൽമും അവന്റെ ദീനും പറയുന്ന മജ്ലിസായി ഇത് സ്വീകരിച്ച് കിട്ടിയാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടുമെന്ന നിലക്കാണ്. അല്ലാഹു ഇഖ്ലാസോടെയുള്ള അമലാക്കി തരട്ടെ, ആഖിറത്തിലേക്ക് ഫലപ്പെടുത്തി തരട്ടെ. ദുനിയാവിൽ അല്ലാഹു ഇതിന്റെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ, തഖ്വയുള്ള ജീവിതം അല്ലാഹു തരട്ടെ. അറിയുമോ ഇമാം അബ്ദുല്ലാഹിൽ യാഫഈ തങ്ങൾ? ആരാണ് യാഫഈ ഇമാം തങ്ങൾ എന്നറിയുമോ? വലിയ ശാഫഈ പണ്ഡിതനാണ്, മക്കക്കാരനാണ്. മക്കയില്ലതാ യാഫഈ ഇമാം തങ്ങളുടെ ഖബർ ജന്നത്തുൽ മുഅല്ലയിലാണ്. ഇർഷാദുൽ യാഫഈ പോലെ നമ്മുടെ നാടുകളിൽ ഓതിയിരുന്ന, ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഓതുന്ന കിതാബിന്റെ രചയിതാവാണ് അബ്ദുല്ലാഹിൽ യാഫഈ. യാഫഈ ഇമാം തങ്ങൾക്കൊരു കിതാബുണ്ട്, റൗദുർ റയാഹീൻ. ആ കിതാബിൽ ഒരു സംഭവം കാണാം. അതിൽ ലളിതമായി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് അതാ അല്ലാഹുവിനെ നിഷേധിക്കുന്നവർക്കുള്ള അപകടമാണ് പറയേണ്ടത്. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഅസൽ മസീർ. ഇദാ ഉൽഖൂ ഫീഹാ സമീഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ എന്ന കാഫിരീകളോടുള്ള ഭീഷണിയാണ്, താക്കീതാണ് നാളെ നമുക്ക് പറയേണ്ടത്. പക്ഷേ ഈ സൂറത്തുൽ മുൽക്ക് എവിടെയും എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇനി 2 ദിവസമില്ലേ ഉള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകിയാൽ മറ്റെവിടെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു 10 ദിവസം സൂറത്തുൽ മുൽക്ക് അങ്ങ് പറയാം. അല്ലാഹു അതിനുള്ള ഇൽമും അവസരവും തൗഫീഖും തഖ്വയും നമുക്ക് തരട്ടെ. അറിയുമോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫഈ തങ്ങൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞതെന്താണ്? അതാ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. എവിടേക്കാണ് വരുന്നതെന്നറിയുമോ? അതാ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീനയിലേക്ക് വരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്. മദീന പള്ളിയിൽ വന്നു, മസ്ജിദുൻ നബവിയിൽ ജമാഅത്തായി നിസ്കരിച്ചു. അവിടുത്തെ മുഅദ്ദിൻ സാഹിബുമായി പരിചയപ്പെട്ടിട്ട് ചോദിച്ചു, എനിക്കൊരു മുസ്ഹഫ് തരുമോ? എനിക്ക് വീട്ടിൽ കൊണ്ടുവച്ച് ഖുർആൻ ഓതാനാണ്. എനിക്കൊരു മുസ്ഹഫ് തരുമോ? വീട്ടിൽ കൊണ്ടുവച്ച് ഓതാനാണ്. ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പൊ പറഞ്ഞു, അതാ ആ കാണുന്ന ഗല്ലി ഉണ്ടല്ലോ, അവിടെ കാണുന്ന ആ കുടിലാണ് എന്റെ വീട്, അവിടെയാണ് ഞാനിപ്പോ താമസിക്കുന്നത്. അതാ മുഅദ്ദിൻ സാഹിബ് അവിടുന്ന് മുസ്ഹഫ് കൊടുക്കുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞു, ഇദ്ദേഹത്തെ കാണാനില്ലാതെ വന്നപ്പോ ഞാൻ ആലോചിച്ചു, ഈ ചെറുപ്പക്കാരൻ നല്ല ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് എന്റെ മുസ്ഹഫ് ഞാൻ കൊടുത്തത്. എന്തേ ഇയാൾ എന്നെ പറ്റിച്ചു കളഞ്ഞോ എന്നവിടുന്ന് മുഅദ്ദിൻ സാഹിബിന് സംശയം വന്നു. മുഅ്മിനീങ്ങളെ, വലിയ സംഭവമാണ്, ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മുഅദ്ദിൻ സാഹിബ് അവിടുന്ന് ഇറങ്ങി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വീടിന്റെ ഭാഗത്തേക്ക് ചെല്ലുന്നു. ആ വീടിന്റെ മുമ്പിൽ ഒരു കർട്ടൻ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നു. ഒളു എടുക്കാനുള്ള വെള്ളത്തിന്റെ പാത്രമുണ്ട്. ഞാൻ സലാം പറഞ്ഞു, അനക്കമില്ല.
എന്റെ മോമിനീങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നമുക്കിത് ബറക്കത്തിനെന്ന് പറഞ്ഞു ദുആരക്കാമല്ലോ. ഒന്നടുത്തു നിന്നാൽ നമ്മുടെ മജ്ലിസ് ഖൈറായല്ലോ. അവിടെയുമുള്ള ചെറുപ്പക്കാരെ നമുക്കൊന്നൊരുമിച്ചു നിന്ന് ദുആരക്കാമല്ലോ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറഞ്ഞ മജ്ലിസല്ലേ, അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദ് പറഞ്ഞ മജ്ലിസല്ലേ, അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടണമെന്ന പൂതിയില്ലേ? അതാ ഈ ചെറുപ്പക്കാരന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ കർട്ടൻ താഴ്ന്നു കിടക്കുന്നു, സലാം മടക്കുന്നില്ല. ഉടനെ അല്പനേരം കാത്തു നിന്നിട്ട് കർട്ടൻ നീക്കി നോക്കി. ചെറുപ്പക്കാരൻ അവിടെ കിടക്കുകയാണ്. വജൂക്കൽ ഖമരി, മുഖമതാ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. വമുസ്ഹഫി അലാ സദ്രിഹി, ഞാൻ കൊടുത്ത മുസ്ഹഫത അദ്ദേഹത്തിന്റെ നെഞ്ചത്തുണ്ട്. അയാൾ ഇങ്ങനെ കിടക്കുന്നു. അടുത്തേക്ക് ചെന്നു. അനക്കമില്ല, അനക്കമേയില്ല. ആള് മരണപ്പെട്ടു എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അടുത്ത് വിളിച്ചാൽ കിട്ടുന്ന സ്ഥലത്തുള്ള ആളുകളെ വിളിച്ചുകൂട്ടി. ഞാൻ വല്ലാതൊന്ന് വിഷമിച്ചുപോയി. കാരണം ഇയാൾ എന്റെ മുസ്ഹഫും കൊണ്ട് മുങ്ങിയോ എന്ന് ഞാൻ സംശയിച്ചല്ലോ. ആ വിഷമത്തിലാണെങ്കിലും എനിക്ക് പിന്നുള്ള വിഷമം എന്താണ്? ഇയാൾക്കൊരു കഫം പുട വാങ്ങാൻ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ. എന്തു ചെയ്യാനാണ്? ഏതായാലും സുബഹിയുടെ സമയമായി. ജനാസ അവിടെ കിടത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മസ്ജിദിലേക്ക് പോകുമ്പോ അതാ ജന്നത്തുൽ ബഖിയിൽ ഒരു വെളിച്ചം കാണുന്നു. വല്ലാത്ത വെളിച്ചം തന്നെ. ഞാൻ അങ്ങോട്ട് പോയി നോക്കുമ്പോഴോ അവിടെ ഒരു കഫം പുടവ ഇരിക്കുന്നു. അതിന്റെ മേലെ എഴുതിയിരിക്കുന്നു, ഹാദാ കഫനു ഫുലാൻ അല്ലദീ മാതൽ ബാരിഹ. ഇന്നലെ രാത്രി മരണപ്പെട്ടയാൾക്കുള്ള കഫം പുടവയാണ് എന്നതിന്റെ മേൽ ആലേഖനം ചെയ്തതുപോലെയുണ്ടോ. ഞാൻ ആ കഫം പുടവ എടുത്ത് എന്റെ കക്ഷത്തങ്ങ് വെച്ചു. ഫർഹ്തു ഇലൽ മസ്ജിദി, ഞാൻ പള്ളിയിലേക്ക് ചെന്നു. ജമാഅത്ത് കഴിഞ്ഞു. സലാം വീട്ടിയിട്ട് പുറകോട്ട് നോക്കുമ്പോ അതാ കുറെ പുതിയ ആളുകളെ കാണുന്നു. വമിൻഹും മാലിക് ബിൻ ദീനാർ, മാലിക് ബിൻ ദീനാർ തങ്ങളുണ്ട്. അലിയുൽ ഖവാസ് തങ്ങളുണ്ട്. വന്നിട്ട് ചോദിച്ചു, ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടോ? അതേ, നഅം മാതൽ ബാരിഹ റജുലുൻ ലാ അഅരിഫു ഇസ്മഹു വലാ നസബഹു. അയാൾ എവിടുത്തുകാരനാണെന്നോ അയാൾ എങ്ങനത്തെ ആളാണെന്നോ ഒന്നും എനിക്കറിയില്ല. അയാൾ ഇന്നലെ വഫാത്തായിട്ടുണ്ട്. എന്നാൽ ആ വീട്ടിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കുമോ? ഈ മഹാനരെയും കൊണ്ട് ഞാൻ ആ ജനാസയുടെ അടുക്കലേക്ക് നടന്നു. അവിടെ ചെന്നിട്ടോ ആ ജനാസയുടെ അടുക്കൽ വഖബ്ബലൂ ജമീഅ, എല്ലാവരും ആ മഹാനായ ചെറുപ്പക്കാരന്റെ മുഖത്തതാ മാലിക് ബിൻ ദീനാർ തങ്ങൾ ചുംബിക്കുന്നു. ഔലിയാക്കന്മാര് മുഴുവനും ചുംബനം കൊടുക്കുന്നു. എന്നിട്ട് മാലിക് ബിൻ ദീനാർ തങ്ങൾ അവിടുത്തെ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ നിന്നൊരു കഫം പുടവ എടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് പൊതിഞ്ഞേക്കാം. കാരണം മാലിക് ബിൻ ദീനാർ തങ്ങൾ അവിടത്തേക്ക് വേണ്ടി കരുതിയ ജനാസ കഫം പുടവയാണ്. എവിടെങ്കിലും മരണപ്പെട്ടു പോയാൽ എന്നെ പൊതിയാൻ കഫം പുടവയ്ക്ക് ആളുകൾ വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് ഔലിയാക്കന്മാര് കൊണ്ട് നടന്നതാണ്. മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, എന്റെ കഫം പുടവ എടുത്തോ. അപ്പോഴേക്ക് അലിയുൽ ഖവാസ് തങ്ങൾ പറഞ്ഞു, എന്റെ കഫം പുടവ ഉപയോഗിച്ചോ. അപ്പോഴേക്ക് അടുത്ത വലിയ പറഞ്ഞു, എന്റെ കഫം പുടവ എടുത്തോ. അപ്പോഴാണ് മോദീൻ സാഹിബ് പറഞ്ഞു, നിങ്ങളുടെ ആരുടെയും കഫം പുടവ വേണ്ട. ഹാദാ കഫനു ഫുലാൻ ബിൻ ഫുലാൻ. അറിഞ്ഞോ,
ഇന്നലെ രാത്രി ഇദ്ദേഹം വഫാത്തായപ്പോ എനിക്ക് ബേജാറായിരുന്നു, എവിടുന്നാ കഫൻ പുടവ കിട്ടുകയെന്ന്. ഇപ്പൊ കിട്ടിയല്ലോ, അള്ള വന്നതാണ്, നിങ്ങളുടേത് വേണ്ട. അപ്പോഴേക്ക് കഫൻ പൊതിഞ്ഞിട്ട് രാവിലെ ജനാസയും കൊണ്ട് അവിടുന്ന് മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോ അതാ ജനങ്ങളിങ്ങനെ ജമ്മൻ വഫീർ, സംഘങ്ങളായി ജനങ്ങൾ വരുന്നു. എവിടെന്നാണെന്നറിയില്ല, അത്രയും വലിയ ജനക്കൂട്ടം വന്നു ആ ജനാസയൊന്ന് കൊണ്ടുപോയല്ലോ. ഈമാനുള്ള ചെറുപ്പക്കാരെ, നമ്മുടെ കല്യാണത്തിന് 10 ബസ്സിൽ ആളുകൾ വന്നില്ലേ? അതുപോലെ നമ്മൾ മരണപ്പെടുമ്പോ കുറച്ചാളുകൾ വന്നിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് അവരെല്ലാം ഇങ്ങ് പോരുമ്പോ അവിടുന്ന് പുതിയാപ്പളയെ പോലെ കിടക്കണ്ടയോ? آمنوا بالله واعتصموا بحبل الله واحبوا رسول الله واعتنقوا أوامر دين الله وتقبلوا من الله الشريعة. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചോ, മരണമുണ്ടെന്ന ബോധമുണ്ടാക്കിക്കോ, തോന്നിവാസങ്ങളിൽ നിന്ന് വിട്ടുനിന്നോ, കള്ളുകൂടി മാറ്റിവെച്ചോ, കഞ്ചാവ് ചിന്തിക്കാതിരുന്നോ, വല്ല തുളസിയും പാൻമസാലയും ഒക്കെ വെക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? മര്യാദയ്ക്ക് അല്ലാഹനെ ഓർത്ത് ജീവിച്ചോ? നിസ്കാരം കളാക്കുന്നവരുണ്ടോ? പടച്ചവനെ പേടിച്ച് നിസ്കരിച്ചോ? റമളാൻ മാസം അതിനുള്ള മാസമാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ചെറുപ്പക്കാരികളുണ്ടോ? അല്ലാഹനെ ഓർത്ത് നിസ്കാരം തുടങ്ങിക്കോ. ആടിക്കൊഴഞ്ഞ് അന്യപുരുഷന്മാരെ വഞ്ചിക്കുന്ന തെറ്റുകാരികളായ പെൺപിള്ളേരുണ്ടോ? നരകത്തിലേക്ക് വലിക്കപ്പെടരുതെന്ന് പേടിച്ചു സൂക്ഷിച്ചോ. അല്ലാഹു തആല തഖ്വ നൽകി തരട്ടെ, ഔദാര്യം കൊണ്ട് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ.